അൽഹംദുലില്ലാ അൽഫമറ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദിന് നേതൃത്വം നൽകിയ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹിതമായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ട് എന്ന് നാൾക്ക് നാൾ പകൽ വെളിച്ചത്തേക്കാൾ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിൻ്റെ ശേഷം ആ ചവറ്റുകൊട്ടയിൽ നിന്നുകൊണ്ട് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവരുടെ ആശയ ആദർശങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇബ്ലീസിനെ വെളുപ്പിക്കാൻ നടന്ന് പറ്റിയ ഒരാളെ ഇബ്ലീസ് ത്വരീഖത്തിന്റെ ആളുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് സാക്ഷാൽ ആധുനിക ചേകനൂർ CH മുസ്തഫ. നമ്മുടെ വന്യരായ CH മുസ്തഫ മൗലവി നമ്മുടെ സദസ്സിൽ ഉണ്ട്. മണവൂർ കോട്ടയ്ക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം നൽകുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ ശൈഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരാ ഈ CH മുസ്തഫ? വിശുദ്ധമായ ഖുർആനിനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നയാൾ. ഇതുവരെയുള്ള മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതിനെ മുഴുവനും തള്ളിപ്പറഞ്ഞ് സ്വന്തമായി കീശയിൽ നിന്നെടുത്ത് വ്യാഖ്യാനം കൊടുക്കുന്നയാൾ. എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറയുന്നയാൾ. ഈ അടുത്ത് പുതിയൊരു മോഡലിൽ ഒരു അമുസ്ലിമായ സ്ത്രീയെയും മുസ്ലിമായ പുരുഷനെയും ഇരുത്തിയിട്ട് പുതിയ മോഡൽ നിക്കാഹ് നടത്തിയ വ്യക്തി. വിവാഹത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഒന്നും മതം ഒരു പ്രശ്നമായി വരേണ്ടതില്ല. ഇന്ന് ആര്യ വിവാഹിതയാകുന്നത് ആര്യ ഹിന്ദു മതക്കാരിയായി കൊണ്ട് തന്നെയാണ്. അലി കാർഗിൽ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. നിക്കാഹിനിക്കും മറ്റുമൊന്നും മതം ഒരു പ്രശ്നമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തി, ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തി, ഇമാമികളെ മുഴുവനും തള്ളിപ്പറഞ്ഞ വ്യക്തി, ഇതുവരെയുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും മുഴുവനും തള്ളിപ്പറഞ്ഞ് സ്വന്തമായി വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച വ്യക്തി, തനി കുഫ്രിയത്തിന്റെ ആശയങ്ങളുമായി കടന്നു വന്ന വ്യക്തി, ബഹുമാനപ്പെട്ട സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അൻഹു പച്ചക്ക് ചീത്ത വിളിച്ച വ്യക്തി. ആ വ്യക്തിയെയാണ് കുരുവട്ടൂരികൾ സ്വീകരിച്ച് ആനയിച്ച് അവരുടെ മജ്ലിസിലിരുത്തി ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകം പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത്. കുരുവട്ടൂരികളെ മറുപടി പറയണം. കുരുവട്ടൂരികളുടെ ഇബ്ലീസ് ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനാകുന്ന കോമാട്ടുചാൽ അബ്ദുള്ള അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റുള്ള സകല കുരുവട്ടൂരി ശൈത്താൻ കുട്ടികളോടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുന്നിലാണ് ആ അനൗൺസ്മെന്റ് ചെയ്യുന്ന വ്യക്തി കോമാട്ടുചാൽ അബ്ദുള്ള എന്ന് പറയുന്ന ഏറ്റവും വലിയ അപ്പോസ്തലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ഷെയ്ഖുന നമുക്ക് ദ്വാരക്കും. ആ ഷെയ്ഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയാണ്. ഏതായി ഷെയ്ഖുന? കോമാട്ടുചാൽ അബ്ദുള്ള. ആ അബ്ദുള്ളന്റെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. നേരത്തെ ഒരു സമയം കുറച്ചു മുമ്പ് ഈ CH മുസ്തഫ ഈ മടവൂർ കോട്ടയിൽ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് ശക്തമായി പ്രസംഗിച്ചിരുന്നു. അന്ന് ഈ കുരുവട്ടൂരികൾ അതിനെ നിഷേധിച്ച് പ്രസംഗിച്ച ആളുകളാണ്. എല്ലാം നമ്മളെ കയ്യിലുണ്ട്. കുരുവട്ടൂരികൾ മറുപടി പറയണം. CH മുസ്തഫ നിങ്ങൾക്ക് സ്വീകാര്യോഗ്യനാണോ? CH മുസ്തഫ ഇവിടെ കൊണ്ടുവന്ന ആശയങ്ങളും ആദർശങ്ങളും വിശുദ്ധമായ ഖുർആനിന്റെ സ്വന്തമായ വ്യാഖ്യാനങ്ങളും മുഫസ്സിറുകളെയും മഹാന്മാരായ മുഹദ്ദിസീങ്ങളെയും എല്ലാം തള്ളിപ്പറഞ്ഞതും എല്ലാം നിങ്ങൾക്ക് സ്വീകാര്യോഗ്യമാണോ? എന്നു മുതലാണ് നിങ്ങൾക്ക് സ്വീകാര്യോഗ്യമായത്? മറുപടി പറഞ്ഞേ പറ്റൂ. എന്നിട്ട് CH മുസ്തഫ മൗലവി സ്വീകരിച്ചിരുത്തിയിട്ട് പ്രസംഗിക്കാൻ ക്ഷണിക്കുക. ഷെയ്ഖ്, ഉളുപ്പുണ്ടല്ലോ കുരുവട്ടൂരികളെ. നിങ്ങളിപ്പം യഥാർത്ഥ ഇബ്ലീസിന്റെ അനുയായികളായി മാറിയിരിക്കുകയാണ്. ഇബ്ലീസിനെ വെളുപ്പിക്കാൻ നടന്ന് ഇബ്ലീസിന്റെ സ്വന്തം അനുയായികളായി മാറിയിരിക്കുന്നു നിങ്ങൾ.